ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 5:45. ഞാൻ ഒരു 5:30 എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു ഫ്രഷായി കിച്ചണിലേക്ക് ഇറങ്ങിയതാണ്. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് 2 ദിവസമായി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ദിവസം UK ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പം കൂടെ കുടിക്കും. അപ്പം ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും പിന്നെ ലഞ്ച് സ്ഥിരമായിട്ടുള്ള ടൊമാറ്റോ റൈസ് പിന്നെ ബോയിൽഡ് എഗ്ഗാണ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലൂടെയും പോകുന്നു. ഓട്സ് ഞാൻ ഇന്നലെ പുതിയ ഓട്സ് ലിഡ്ലിയിൽ നിന്ന് മേടിച്ചാണ്. 99 പുതിയ ഈ ഒണിയനാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇത് അരി, ബസ്മതി റൈസ്, പച്ചമുളക് ഇന്നലെ വാങ്ങിച്ച പാക്കാണ്. സവാള എൻ്റെ ഒരു പരുവത്തിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചു. ഇനി അരി ഒന്ന് കഴുകണം. ടൊമാറ്റോ എടുത്തൊന്ന് കട്ട് ചെയ്യണം. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വീഡിയോസും അതല്ലെങ്കിൽ പിന്നെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടായിരിക്കും രാവിലത്തെ പാചകം ഞാൻ ചെയ്യാറ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ കുക്കിംഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മുട്ട ബോയിൽ ചെയ്ത് വയ്ക്കാം. നമ്മളൊരു 8-10 ആൾക്കാർ താമസിക്കുന്ന 2 വീടായിട്ടുള്ളൊരു കെട്ടിടമാണ്. ഇങ്ങനെ അതിലൊരു 8 പേരെങ്കിലും അല്ലെങ്കിൽ 6 പേരെങ്കിലും യൂസ് ചെയ്യുന്ന കിച്ചണാണ്. പക്ഷെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ എല്ലാവരും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഞാൻ എന്തേണ്ടേ ഇവിടാണ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ടോപ്പിൽ എഗ്ഗ് മേടിച്ചിട്ട് വച്ചിരിക്കുന്നത്. ഇത് 2 എഗ്ഗ് എടുത്തു. ഇനി അത് പോലെ ടൈം 6:04. ഇപ്പോൾ ഇന്ത്യൻ സമയം 11:34.
അപ്പോൾ ഇതൊരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. പിന്നെ എഗ്ഗ് ഇവിടെ ബോയിൽ ചെയ്യാനിട്ടിട്ടുണ്ട് 6-4. ഇനി ഓട്സ് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓട്സ് ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നു. ഇത് മുട്ട പുഴുങ്ങിയതാണ്. പുഴുങ്ങിയിട്ട് കുറച്ച് നേരം തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കും. അങ്ങനെ കുറച്ച് ഓട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ടയുടെ മഞ്ഞ കഴിക്കാത്തതുകൊണ്ട് വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പോൾ ഓട്സ് റെഡി. കുറച്ച് കൂടിപ്പോയി. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ച് തീർക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ സമയം 7:05 ഞാൻ പുറത്തെ കാഴ്ച കാണിച്ചു തരുന്നത്. നോക്ക്, ഇതാണ് 7:05 പുറത്ത്. ഇന്നിവിടെ 7:15 7:17 സൂര്യ ഉദിക്കുന്നത്. അപ്പം സൂര്യ ഉദിച്ചിട്ടില്ല. അപ്പം ഇതായിരുന്നു രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ. അപ്പോൾ ഇനി പാത്രം കൂടെ കഴുകി വെച്ചിട്ട് മുകളിൽ പോയി കുളിച്ച് റെഡിയായി, റൂമിൽ പോയി കുളിച്ച് റെഡിയായി ജോലിക്ക് പോകണം. 8 മണിക്ക് ജോലിക്ക് ഇറങ്ങണം. 8:30ക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് 10 മിനിറ്റ് നടക്കുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. രാവിലെ ഞാൻ റെഡിയായി. ഇനി എൻ്റെ വർക്ക് പ്ലേസിലോട്ട് പോവുകയാണ്. ചുറ്റും കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ ഒരു അന്തരീക്ഷം. മരങ്ങളൊക്കെ ഇല കൊഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും വിൻ്ററായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 12 വിൻ്റർ ആയിട്ടില്ല, പക്ഷേ തണുപ്പുണ്ട്. ഈ ഓട്ടം സീസണിലാണ് ഇങ്ങനെ ഇലയിൽ കളറൊക്കെ ചേഞ്ച് ആവുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അറിയാം, നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്. പിന്നെ ഭൂരിഭാഗം മരങ്ങളെല്ലാം ഇല പൊഴിച്ച് നിൽപ്പുണ്ട്. ഞാനിതിന് മുമ്പത്തൊരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, സൈക്കിൾ ട്രാക്ക് നമുക്ക് നടന്നു പോകാനുള്ള വഴി. ഇതേ കാണുന്നൊരു പാർക്കാണ്. ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ പാർക്കിൽ BMX സൈക്കിൾ ട്രാക്സും ജിമ്മും ഒക്കെയുള്ള പാർക്ക്. ഈ പാർക്കിന് ഓപ്പോസിറ്റാണ് എൻ്റെ ക്ലിനിക്കുള്ള. എൻ്റെ ജോലി സ്ഥലം എത്താറായി. കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഒരു ചോക്ലേറ്റ് പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ്. പ്രധാന അട്രാക്ഷൻ എന്നെ സംബന്ധിച്ച് 20 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നാണ്. അത് കഴിച്ചു. ലഞ്ച് കഴിക്കാൻ സമയം. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തു. ഇന്ന് പിക്കിളില്ല, അച്ചാറൊന്നുമില്ല. ഇന്ന് അച്ചാർ തീർന്നു പോയി. അച്ചാർ ഇനി വാങ്ങിക്കണം. ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലായിരിക്കും വീട്ടിലൊക്കെ വിളിക്കുന്നത്.
അപ്പം വർക്ക് കഴിഞ്ഞിറങ്ങി, ഇനി നേരെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പം അങ്ങോട്ട് പോകും. ഇന്നത്തെ ഷോപ്പിംഗ്, ഇന്നത്തെ അല്ല, എൻ്റെ മിക്കവാറും എല്ലാ ദിവസത്തെ ഷോപ്പിംഗ് ഇവിടെ നിന്നായിരിക്കും. ആൽഡി ടൂത്ത് പേസ്റ്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള നടപ്പാണ്. അതായിരിക്കുന്നു. സെൻസോഡൈൻ വേണ്ട, കോൾഗേറ്റ് പുതിയത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് അവരുടെ തന്നെ ബ്രാൻഡാണ്. നമ്മൾ പേസ്റ്റ് വാങ്ങുമ്പം നോക്കേണ്ടത് ഫ്ലൂറൈഡുള്ള പേസ്റ്റാണ് നോക്കണം. 29 ഫ്ലൂറൈഡ് കണ്ടുപിടിക്കാം. നേരെ നോക്കാം. കോൾഗേറ്റിൻ്റെ ട്രിപ്പിൾ ആക്ഷൻ നോക്കാം. കുറേ നാളായി കോൾഗേറ്റ് പേസ്റ്റ് യൂസ് ചെയ്തിട്ട്. ബ്രോഷയിലോ ചെറിയൊരു മധുരമൊക്കെ ഉള്ളതാണ് ഞാൻ വാങ്ങാറുണ്ട് സാധാരണ. ഇരിക്കട്ടെ, ആകെ ഒരു പേസ്റ്റ് മാത്രം വാങ്ങുമെന്നായിരുന്നു. അത് ഷോപ്പിംഗ് മതിയാക്കി ബില്ല് ചെയ്യുമ്പോൾ പേസ്റ്റ് മാത്രം വാങ്ങാമെന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത്രയും അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. തണുപ്പുണ്ട്. സമയം ഇപ്പം 6:30 കഴിഞ്ഞ് 6:45 ഇനി നേരെ വീട്ടിലുണ്ട്. ഹായ്, ഞാൻ വീടെത്തി, കുളിച്ച് റെഡിയായി. ഇനി നേരെ കിച്ചണിൽ പോയി എന്തെങ്കിലും ഫുഡ് വെട്ടാൻ പോയി നേരെ കിച്ചണിൽ പോയി എന്തെങ്കിലും ഫുഡ് ഒന്ന് തട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റി, ഞാൻ പറയാം. ആക്ച്വലി എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഹായ് ബാലാജി. New one? Yeah, no one. GoPro 09. Great, I'm shooting you, yeah. It's good. It's good. അപ്പോൾ ശരിക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, നമ്മൾ വാങ്ങിച്ചതിൽ ഉണ്ടായിരുന്ന പ്ലംസും പിന്നെ ഉണ്ടായിരുന്നതിൽ കുറച്ച് ബ്രോഷ് ബ്രെഡിൽ നിന്ന് 2-3 സ്ലൈസും കൂടെ ഞാൻ എടുത്ത് കഴിച്ച്. പ്ലംസ് തീർന്നു. അത്രയും കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു. ഞാൻ കരുതി ഇന്ന് രാത്രി ഈ വെള്ളരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓൾറെഡി വയറ് ഫുള്ളായി, എന്നാലും ഇതും കൂടെ കഴിച്ചേക്കാന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡിന്നർ. ഞാൻ ആക്ച്വലി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഇടിയപ്പമൊക്കെ ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതാണ് ഇന്നത്തെ രാത്രിത്തെ ആഹാരം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു ദിവസത്തെ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ.